എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒബീട്ടോ അവനാണെങ്കിൽ ഹിഡൻ മിസ്റ്റ് വില്ലേജിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞു. അപ്പോഴായിരിക്കും അവൻ മാധുര പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കുക. ഈ ഒരു റിയൽ വേൾഡില് എല്ലാവർക്കും പരസ്പരം വെറുപ്പും പകയും അസൂയൊക്കെയാണ്. ഇതൊക്കെ മാറ്റി നിർത്തി ഒരു അടിപൊളി ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഒബീട്ടോ അവന്റെ ടെലിപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് കാക്കാഷിയുടെ മുകളിലൂടെ അങ്ങനെ റിന്നിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ ടെലിപ്പോർട്ടേഷൻ ജിപ്സുവിൽ നിന്ന് മാറി നോർമലായി റിന്നിനെ ടച്ച് ചെയ്യും. അവനിപ്പോ റിന്നിനെ കെട്ടിപ്പിടിച്ച് കരയും. ഉറപ്പായിട്ടും ഈ ഒരു ലോകത്തില് നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ മാധുര ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ലോകത്ത് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയും. എനിക്കതില് നല്ല ഉറപ്പുണ്ട്. അവനിപ്പോ അങ്ങനെ കാക്കാഷിയെ നോക്കും. അതിനുശേഷം തിരിച്ച് മാധുരയുടെ അടുത്തേക്ക് വരും. അവൻ മാധുരയോട് പറയും, എനിക്കും നിങ്ങളുടെ പുതിയ ലോകത്തില് ജീവിക്കണം, അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഉണ്ട്. അത് കേട്ട് മാധുര ഹാപ്പിയാവും. ഓക്കെ, നിന്നെ ആരെങ്കിലും അവിടെ വെച്ച് കണ്ടിരുന്നോ? അതിന് വൈറ്റ് സെറ്റ്സ് പറയും, അയ്യോ ഇല്ല, ആരും ഒബീട്ടോയെ കണ്ടില്ല. കാരണം അതിനു മുൻപ് തന്നെ ഒബീട്ടോ ഹിഡൻ മിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു കളഞ്ഞു. പക്ഷെ കാക്കാഷിയെ മാത്രം അവനൊന്നും ചെയ്തില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, കാക്കാഷി അവൻ ഒബീട്ടോയെ കണ്ടിട്ടില്ല. അപ്പോ ഒബീട്ടോ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ റിന്നിനെയും കാക്കാഷിയെ കുറിച്ച് ആലോചിക്കും. ഒബീട്ടോ അടിച്ചു പറയും, എന്തൊക്കെയാണെങ്കിലും പുതിയ ലോകത്ത് എനിക്ക് റിന്നിനെയും കാക്കാഷിയെയും ഒരുമിച്ച് കിട്ടണം. മാധുര പറയും, ഉറപ്പായിട്ടും ആ പുതിയ ലോകം അത് നിന്നെ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞ് മാധുര ആളുടെ കണ്ണിന്റെ പവർ വെച്ച് ഇപ്പൊ ഒബീട്ടോയെ ഒരു ഗെഞ്ചിപ്സൂലേക്ക് കൊണ്ടുപോകും. മാധുര പറയും, നമ്മളിപ്പോ ഒരു ഗെഞ്ചിപ്സൂലാണ് ഉള്ളത്. ഞാൻ ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ ആ ഒരു ലോകം അതെങ്ങനെയായിരിക്കുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ ഗൈഡഡ് സ്ട്രെച്ച് ഉപയോഗിച്ചായിരിക്കും നമ്മൾ പവർ അബ്സോർബ് ചെയ്യുക. നമുക്ക് യങ്ങായിട്ടും ഓൾഡറായിട്ടും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞ് മാധുര അവന്റെ ബോഡി അത് യങ്ങാക്കി കാണിക്കും. ഒബീട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതമാവും. നിലാവിന്റെ സഹായത്താല് സന്തോഷവും സമാധാനവും മാത്രമുള്ള ആ ഒരു ലോകം അതെന്നെ കൊണ്ട് സൃഷ്ടിക്കാനായിട്ട് കഴിയും. ഒബീട്ടോ പറയും, നിന്റെ പ്ലാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാ നീ പറയുന്നേ? അതിന് മാധുര അത് നടക്കണമെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നീ അറിയണം. സേജ് ഓഫ് സിക്സ് പാത്ത് ആൻഡ് ടെൻത്ത് ടൈൽ ഉപയോഗിച്ചാണ് നമുക്ക് ഈ പുതിയ ലോകം അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അതൊരു ലെജൻഡറി ആണ്. പക്ഷെ ആ ഒരു 10 ടൈൽ ലെജൻഡിനെ സേജ് ഓഫ് സിക്സ് പാത്ത് 9 ഭാഗങ്ങളായി പിരിച്ചിരിക്കുകയാണ്. ആക്ച്വലി റിനീങ്കം കണ്ണ് അതെനിക്ക് കിട്ടിയതിന് ശേഷമാണ് ആ ഒരു 10th ടൈൽ എന്താണെന്നും അതിനെ എങ്ങനെയാണ് അവേക്കൻ ചെയ്യേണ്ടതെന്നും അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ആക്ച്വലി ഈ ഒരു 10th ടൈലിനെയാണ് ഗൈഡർ സ്റ്റാച്ചു ആക്കി ഞാൻ മാറ്റുക. ആ ഒരു ഗൈഡർ സ്റ്റാച്ചുവിനെ ഞാനിപ്പോ ആസുരാമയുടെ സെൽസ് ഉപയോഗിച്ച് വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഗൈഡർ സ്റ്റാച്ചു അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ സെഞ്ചി പവറും ഉച്ചിഹ പവറും ആവശ്യമാണ്. ഓൾറെഡി നിന്റെ ബോഡിയിൽ ഞാൻ ആ സെഞ്ചു പവർ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ നീ സെഞ്ചു പവറിന്റെയും ഉച്ചിഹ ക്ലാനിന്റെയും ഒരു കമ്പൈൻഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇപ്പൊ ഈസി ആയിട്ട് ആ ഗൈഡർ സ്ട്രെച്ചുവെ കൺട്രോൾ ചെയ്യാനാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീട്ടോയും വൈറ്റ് സെറ്റ്സും അവർ രണ്ടുപേരും ഇപ്പൊ നാഗട്ടോയെ തേടി അവന്റെ അടുത്തേക്ക് വരും. ഉടനെ വൈറ്റ് സെറ്റ്സു അവൻ ഒബീട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും, ആ ചുവന്ന മുടിക്കാരൻ അവനെ അന്വേഷിച്ചാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അവനിലാണ് മാധുരയുടെ കണ്ണ് നൽകിയിരിക്കുന്നത്. അവനെ കൊണ്ടും ഈ ഒരു ഗൈഡ് സ്റ്റാച്ചുവെ കൺട്രോൾ ചെയ്യാൻ കഴിയും. സോ നാഗട്ടോ അവൻ നമ്മുടെ ടീമിലാവുകയാണെങ്കിൽ പിന്നെ നമ്മളെ തകർക്കാൻ ആരെ കൊണ്ടും ആവില്ല. അത് കേൾക്കേണ്ട താമസം ഒബീട്ടോ അവൻ നാഗട്ടയോട് സംസാരിക്കാൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മാധുരയെ കാണിക്കും. മാധുര പറയും, നിനക്ക് ഞാൻ ഉച്ചിഹ ക്ലാനിലെ ഫോർബിഡൻ ജിപ്സു ആ 6 പാത്ത് ജിപ്സു അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മാത്രമല്ല ലൈറ്റ്നിങ് പവർ കൂടെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ് അവനൊരു വൈറ്റ് സെറ്റ്സുവിന്റെ ബോഡിയിൽ കൈവെക്കും. അപ്പോഴായിരിക്കും ആദ്യമായിട്ട് വൈറ്റ് സെറ്റ്സും ബ്ലാക്ക് സെറ്റ്സും ഒരുമിച്ച് ക്രിയേറ്റ് ആവുക. മാധുര പറയും, ഇതെന്റെ ഒരാത്മാവാണ്, ഞാൻ നിനക്ക് ഇവനെ ഗിഫ്റ്റായിട്ട് തരാണ്. ലൈറ്റ്നിങ് പോലെ തന്നെ ഷാഡോ പവറും ഇവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇന്നു മുതൽ ഇവൻ നിന്റെ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം മാധുര അവന്റെ പുറകിൽ കണക്ട് ചെയ്തിരുന്ന ആ ഒരു വയറ് അത് മുഴുവൻ കട്ട് ചെയ്ത് വിട്ട് അങ്ങനെ ടയർഡായി താഴെ വീഴാണ്. മാധുര പറയും, ഒബീട്ടോ പോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ റീവൈവായി തിരികെ വരുന്നു പറഞ്ഞ് ഇപ്പൊ ഒബീട്ടോയെ പറഞ്ഞയക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒബീട്ടോ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് നാഗട്ടോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി നാഗട്ടോട് പറയാൻ തുടങ്ങും. ഒബീട്ടോ അവനോട് പറയും, നിന്റെ കണ്ണില് റെനീങ്കനില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടേക്ക് എത്തിയത്. ഞാനാണ് സാക്ഷാൽ മാധുര ഉച്ചിഹ.
അത് കേട്ട് നാഗട്ടോയും അവന്റെ ഫ്രണ്ട്സും അവര് വണ്ടറടിക്കും. നിനക്ക് ഈ റെനീങ്കം പവറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഈ ഒരു റെനീങ്കം പവർ അതുപയോഗിച്ച് പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനും നമ്മളെ കൊണ്ടാവും. നിങ്ങൾ ഓൾറെഡി ലോകത്ത് നടക്കുന്ന കാര്യങ്ങള് അതൊന്നും കാണുന്നില്ലേ? എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്ത് പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ വെച്ച് ചത്തൊടുങ്ങാണ്. സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ഞങ്ങളിപ്പോ പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ സ്നേഹം, സമാധാനം, പരസ്പര വിശ്വാസം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല അന്തരീക്ഷം മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അത് കേട്ട് യായിക്ക പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല. പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും മാറാൻ പരസ്പരം മനസ്സിലാക്കിയാൽ മതി. പരസ്പരം ക്ഷമിക്കാനും മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഒബീട്ടോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതിന് യായിക്കോ പറയും, മേലാൽ നിന്നെ ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടുപോകാൻ പാടില്ല, ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊയ്ക്കോന്ന് പറഞ്ഞ് അവര് 3 പേരും ഒബീട്ടോയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവും. അപ്പൊ ഒബീട്ടോ അവൻ നാഗട്ടോട് പറയും, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഇവിടേക്ക് വരും. നിന്റെ മനസ്സ് മാറിയ നിനക്ക് എന്റെ കൂടെ ചേരാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇഡൻ റെയിൻ വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് പേര് അവിടേക്ക് വരും. അത് കണ്ട യായിക്കോയും ടീമും അവരെ തടയാനായിട്ട് അവരുടെ തൊട്ടു മുൻപില് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. യായിക്കോ ഉടനെ അവിടെ ശക്തമായിട്ട് മഴ പെയ്പ്പിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. കോനോനാണെങ്കിൽ അവളുടെ പേപ്പർ പവർ അതുപയോഗിച്ച് അവരെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കും. അവസാനമായിട്ട് നാഗട്ടോ അവന്റെ കാറ്റ് പവർ അതുപയോഗിച്ച് ആ വില്ലന്മാരെ തെറിപ്പിച്ചു കളയും. പക്ഷെ ആ വില്ലന്മാരും നിസ്സാരക്കാരല്ല. അവരും വലിയ കത്തിയും ബ്ലേഡൊക്കെ എടുത്ത് തിരിച്ച് നാഗട്ടോയെയും കോനോനെയും യായിക്കോയെയും അവരെ 3 പേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൊരു വില്ലൻ ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങള് ആ ഹാൻസോഡ് ആൾക്കാരാണോ? അതിന് യായിക്കോ പറയും, ഞങ്ങളാരും ഹാൻസോഡ് ആൾക്കാരല്ല, ഞങ്ങൾ അവന്റെ ഹെഡ് ബാൻഡ് മാത്രമാണ് കടമെടുത്ത് ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ളത്. യായിക്കോ വീണ്ടും പറയും, ഞങ്ങളുടെ ലക്ഷ്യം അതൊരേ ഒരു കാര്യമാണ്, ലോകം മുഴുവനും എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരിക. ഞങ്ങൾക്ക് ആരോടും യുദ്ധം ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. സോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അതിന് ഓപ്പോസിറ്റ് ടീം പറയും, ഇപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് പോവാണ്, പക്ഷെ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നാൾ ഞങ്ങൾ തിരികെ എത്തി വീണ്ടും ഈ അറ്റാക്ക് പുനരാരംഭിക്കും. അതിന് യായിക്കോ പറയും, ഒരു കാര്യത്തില് എനിക്ക് നിങ്ങളോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. ഫൈറ്റിന്റെ ഇടയിൽ ആ ചെറിയ കുട്ടികളെ അവർ നിങ്ങൾ വെറുതെ വിട്ടു. ആക്ച്വലി ഞങ്ങളും ഇവരെ പോലെ തന്നെ അനാഥരായിട്ട് ഈ ഗ്രാമത്തിൽ വളർന്നു വന്നവരാണ്. അത് കേട്ട് അവരുടെ ഓപ്പോസിറ്റ് ടീം അവരൊന്നും മിണ്ടാതെ ഇപ്പൊ അവിടുന്ന് കടന്നു പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോ അവിടുന്ന് കടന്നുപോയ ആ ഒരു ഓപ്പണിംഗ് ടീം അവരിപ്പോ തിരികെ യായിക്കോയുടെയും ടീമിന്റെ അടുത്തേക്ക് വരും. അവര് പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളും ഇത്രയും കാലവും ഹാൻസോടെ പിന്നാലെ അവൻ പറഞ്ഞെന്ന വഴിയിലൂടെയാണ് ഇത്രയും കാലവും നടന്നത്. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. ഞങ്ങൾക്കും ഈ ലോകത്തിൽ സമാധാനം അത് പുനഃസൃഷ്ടിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളും തയ്യാറാണ്. അത് കേട്ട് അവർ 3 പേരും ഒരുപാട് ഹാപ്പിയാവും. പിന്നീട് അവരൊരു ടീമായി ഒരുപാട് മിഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ മുൻപോട്ട് പോവും. യായിക്കോ പറയും, നമ്മുടെ പുതിയ ടീമിന് നല്ലൊരു അടിപൊളി പേര് വെക്കണം. എല്ലാ വില്ലേജിലുള്ള പ്രശ്നങ്ങള്, കഷ്ടപ്പാട് അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ വേണം അവരെ സഹായിക്കാൻ. യായിക്കോ പറയും, നമ്മുടെ ഈ ടീമിന്റെ പേരാണ് അക്കാസ്കി ടീം. ആ ഒരു പേര് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദിവസങ്ങൾ കഴിയുന്തോറും അക്കാസ്കി ടീമിലേക്ക് ഒരുപാട് പുതിയ പുതിയ മെമ്പേഴ്സ് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഒരു ലെറ്റർ അതിപ്പോ യായിക്കോയുടെ അടുത്തേക്ക് വരിക. അവൻ ആ ലെറ്റർ വായിച്ചു നോക്കും. അത് ക്യൂസ്കി കോനോൻ എഴുതിയ ഒരു ലവ് ലെറ്റർ ആണ്. യായിക്കോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. കാരണം അവന് കോനോനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ വരാം, എനിക്കൊന്ന് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞ് യായിക്കോ നൈസായിട്ട് ഇപ്പൊ അവിടുന്ന് മുങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ സ്റ്റെപ്പിന്റെ മുകളില് ക്യൂസ്കിയും കോനോനും അവർ 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത് യായിക്കോ കാണും. അവനാണെങ്കിൽ അത് കണ്ട് ഒരുപാട് വിഷമാവും. അപ്പൊ യായിക്കോയുടെ തൊട്ടു പിന്നാലെ നാഗട്ടോയും അവിടേക്ക് വരും. അതേസമയം കോനോൻ അവൾ കാര്യമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അതിനുശേഷം ഒളിച്ചിരുന്ന നമ്മുടെ 2 ചെക്കന്മാരെയും അവൾ കയ്യോടെ പോകും. കോനോൻ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൽക്കാലം ഞാൻ ആരെയും പ്രേമിക്കാൻ പോകുന്നില്ല.
നമുക്കിപ്പോ വലിയൊരു ലക്ഷ്യമുണ്ട്. സോ നമുക്ക് ട്രെയിനിങ് എടുക്കാന്ന് പറഞ്ഞ് അവരിപ്പോ പരസ്പരം ഫൈറ്റൊക്കെ ചെയ്ത് അങ്ങനെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.